നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുൾ വർക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ വർക്ക് ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതുപോലെ തന്നെ പെയിൻറ്റിങ്, ടിങ്കറിങ്, ഫുൾ വർക്ക്. നമ്മുടെ വണ്ടി എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. A to Z ഓരോ എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിൽ ശരി, സ്കേർട്ടാണെങ്കിൽ ശരി, ലിപ്പാണെങ്കിലും ശരി, കംപ്ലീറ്റ് വർക്കും നമ്മുടെ വണ്ടിയുടെ അതേ സെയിം സിറ്റുവേഷനിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മളെല്ലാ വണ്ടിയിലും ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിൽ DRL കൊടുത്തിട്ടുണ്ട്. വിത്ത് ഇൻഡിക്കേറ്ററായിട്ട് വരുന്നത് ഈ ഒരു കണ്ടീഷനിലാണ് അത് ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ ലൈറ്റ് ഇടുമ്പോൾ ഈ ഒരു റണ്ണിങ് ലൈറ്റ് പോലെ നമുക്കത് ഫീൽ ചെയ്യും. അത് പ്രത്യേകം ഭംഗിയാണത് കാണാനായിട്ട്. അതുപോലെ തന്നെ എല്ലാ വണ്ടിയിലും കൊടുക്കുന്ന പോലെ തന്നെ ഗ്രിൽ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോഗ് ലാമ്പും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫോഗ് ലാമ്പും ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് കൊടുക്കുന്നത്. മറ്റേ എന്താ പറയുക, എക്സിയുടെ ഒരു ഹെഡ്ലൈറ്റ് വരും, ഡൂം വരും, ആ ടൈപ്പല്ല. നമ്മൾ ഈ ഒരു ടൈപ്പിലാണ് കൊടുക്കുന്നത്. അത് LED ആണ്. കാണാൻ നല്ല അത്യാവശ്യം ഭംഗിയും ഉണ്ടാവും. അതുപോലെ തന്നെ അത്യാവശ്യം അതിനനുസരിച്ച് പവറും അതിനകത്ത് ഉണ്ടാവും. ഫോഗ് ലൈറ്റും നമ്മൾ അതുപോലെ തന്നെ HID നമ്മളതിന് ഇതിനകത്ത് കൊടുക്കുന്നത്. അത് വൈറ്റ് ലൈറ്റായിരുന്നു കൊടുക്കുന്നത്. ഹെഡ്ലൈറ്റും ഫോഗ് ലൈറ്റും നമ്മൾ ഫുള്ള് വൈറ്റ് ആയിട്ടാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അതുപോലെ എക്സ്ട്രാ ലിപ്പും സ്കേർട്ടും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിപ്പിന് താഴെ നമ്മൾ എക്സ്ട്രാ വേറൊരു ലിപ്പും കൂടെ ഇതിനകത്ത് സാമ്പ്രായിട്ട് ലിപ്പ്, സാമ്പ്രായെന്ന് പറയുന്നത്, ആ ഒരു ലിപ്പും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊയോട്ട ലോഗോ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൊയോട്ട ലോഗോ OE തന്നെയാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ നെഗോയുടെ ആൻറ്റിന, ഒറിജിനൽ ആൻറ്റിന തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നെഗോയുടെ തന്നെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് ഇതിനകത്ത്. 114, 101 അങ്ങനെയെന്ന് പറയുന്ന ഒരുപാട് മോഡൽസ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒറിജിനൽ നെഗോയുടെ തന്നെ 114 എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഓരോ മോഡലിനും ഓരോ വ്യത്യാസമുണ്ട് കേട്ടോ. ആ ഒരു ടൈപ്പാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ബാർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അടിയിൽ. അത് ഫുൾ ടൈം ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ഉള്ളിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്ലാഷ് ലൈറ്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വൈപ്പർ ബ്ലേഡ് ക്രിസ്റ്റയുടെ ടൈപ്പ് വൈപ്പർ ബ്ലേഡാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഗ്രീൻ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഷെയ്ഡ് വരുന്നതാണ്. നമ്മൾ വെയിലത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഷെയ്ഡും അതുപോലെ തന്നെ അങ്ങനെ വരുന്നൊരു കളർ ടൂണിലാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അലോയ് വീലൊക്കെ മാറ്റിയിട്ടില്ല. അലോയ് വീലിലെ OE തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോളോയുടെ ഒറിജിനൽ ടയറും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടയറാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് പിന്നീട് നമുക്ക് അലോയ് മാറ്റാമെന്നുള്ള രീതിക്കാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കാലിപ്പർ ഈ ഒരു കളർ ടൂണിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കാണാൻ തന്നെ ഇപ്പോൾ നമ്മൾ ഏകദേശം വണ്ടികൾക്കൊക്കെ ഈ ടൂൺ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അതിനകത്ത് കാണുക. പിന്നെ ഹൈലക്സിൻ്റെ മിറർ കസ്റ്റമർ തന്നെ കൊണ്ടുവന്നതാണ്. പക്ഷേ അത് നേരത്തെ ഫിറ്റിങ്സ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കാണാൻ രസമുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ഫിറ്റിങ്സ് എല്ലാം കറക്റ്റാക്കി നമ്മളതിനകത്ത് ക്ലിയറാക്കി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻറ്റീരിയറിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ടൂണിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ബീറ്റിൻ്റെ വൈപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ലൈറ്റുകളും നമ്മൾ OE തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. റിയറിൽ സ്കേർട്ടിലാണെന്നുണ്ടെങ്കിലും 2 ഇൻഡിക്കേറ്റർ LED കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്രേക്കും ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ പാർക്ക് ലൈറ്റും അതിനകത്ത് വരും. പിന്നെ ബാക്കിൽ നമ്മളൊരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സൈലൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ മഫ്ലറിൻ്റെ സൈലൻസർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീലാർച്ച് ബീഡിങ്ങുകളൊക്കെ നമ്മൾ OE തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മഡ് ഫ്ലാപ്പാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ബ്ലാക്ക് ഫ്ലാപ്പിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു കവറിങ് വരുന്ന പോലെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫുഡ് സ്റ്റെപ്പിൻ്റെ താഴെയും നമ്മൾ അതേ സ്റ്റീലിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോളേജിൻ്റെ മേലെ നമ്മൾ എക്സ്ട്രാ ഒരു TREയുടെ ഒരു സ്റ്റിക്കറും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാനായിട്ട് വണ്ടി. കളർ ടൂണ് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് വെയിലത്ത് നിർത്തിയാൽ മാത്രം തന്നെ നമുക്ക് അതിൻ്റെ കറക്റ്റ് കളർ ടൂണ് കിട്ടുള്ളൂ. ഒരു ബ്ലൂ ഷെയ്ഡ് കളർ ടൂണ് കിട്ടുന്നുണ്ടല്ലേ. പക്കാ ഗ്ലാസ് ഫിനിഷിങ്ങിൽ തന്നെ ഇരിക്കുന്നത്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഇതിൽ നോക്കി അറിയാൻ പറ്റും. കറക്റ്റ് ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിൽ നമുക്ക് കാണാനും കഴിയും. പിന്നെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ തന്നെ കൊണ്ടുവന്ന സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സ്റ്റിയറിംഗ് വീല് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കപ്ലർ, നമ്മുടെ ഇവിടുത്തെ സ്പൈറൽ കേബിളും അവിടുത്തെ സ്പൈറൽ കേബിളിൻ്റെ കപ്ലറിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ കപ്ലർ ചേഞ്ച് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ എപ്പോഴും പുറത്തുനിന്ന് സ്റ്റിയറിംഗ് വീല് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ അനുഭവമാണ്.
സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തു. പക്ഷേങ്കിൽ അതിൻ്റെ കപ്ലറിന് ചെറിയൊരു വ്യത്യാസം വന്നു. ഇനിയിപ്പോൾ അത് ചെയ്തെടുക്കാൻ പറ്റും. കപ്ലർ മാറ്റിയിട്ട് വേറൊരു കപ്ലർ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും ഇനിയിപ്പോൾ ചെയ്യണം. പിന്നെ സീറ്റ് നമ്മളൊരു കംപ്ലീറ്റ് ഇൻറ്റീരിയർ നമ്മളൊരു ബ്ലാക്ക് ടോണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സീറ്റ് കവർ നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ടർഫ്ലൈ അല്ല, സീറ്റ് കസ്റ്റമർ തന്നെ ഓൾട്ടർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ സീറ്റ് കവർ ഇടുകയാണ് ചെയ്തത്. ഈ ഒരു ടൂണിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സെൻട്രൽ കൺസോളും അതേ സെയിം ടൂണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഡാഷ്ബോർഡും അതേ സെയിം ടൂണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ റോക്ക് പൗഡിൻ്റെ 4 സ്റ്റീരിയോ സ്പീക്കർ 6 ഇഞ്ചിൻ്റെ സ്പീക്കർ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ JBLൻ്റെ ഓവൽ സ്പീക്കറാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. സീറ്റൊക്കെ കസ്റ്റമർ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. നമ്മളിവിടെ റെക്സിൻ മാത്രം തന്നെ ചെയ്തിട്ടുള്ളൂ. അതുപോലെ AC-യുടെ ടോപ്പും നമ്മൾ ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ സ്വിഫ്റ്റിൻ്റെ ഹാൻഡിലുകൾ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിട്ട് റൂഫ് ടോപ്പും ബ്ലാക്ക് മെറ്റീരിയൽ ഇട്ടിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുറമേ ഇതിപ്പോൾ നമുക്ക് ഇവിടത്തെക്കാളും വിലക്കുറവിന് പുറമേ സ്റ്റിയറിംഗ് കിട്ടുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് ഇവിടുത്തെ സ്പൈറൽ കേബിൾ സെറ്റ് ചെയ്യാൻ ഇത്തിരി പ്രയാസമുണ്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുള്ള സ്റ്റിയറിംഗ് വീലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫിറ്റിംഗ് ആണ്. പുറത്തുനിന്ന് വരുമ്പോൾ നമുക്കതിന് എക്സ്ട്രാ വയറിങ്ങിൻ്റെ കാര്യങ്ങളുടെ എല്ലാം ചെയ്യേണ്ടതായിരിക്കും. പിന്നെ ഡോർ പാഡും ഈ ഒരു പാറ്റേണിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ബ്ലാക്ക്. ഇൻറ്റീരിയർ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ടൂണിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ മെക്കാനിക്കൽ വർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഏകദേശം നല്ലൊരു വർക്ക് ഉണ്ടായിരുന്നു. എല്ലാ വർക്കും കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. A to Z വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ ഭാഗം ഇനി ഒന്നും നോക്കാനില്ല. അതുപോലെ AC-യുടെ കാര്യം കൂളിങ് കസ്റ്റമർ കുറവാണെന്ന് പറഞ്ഞ് AC-യുടെ കാര്യം നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പക്കയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏകദേശം എല്ലാ വണ്ടിയും ഏകദേശം ഈ ഒരു സെയിം കണ്ടീഷനിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജിലുള്ള വണ്ടികളൊക്കെ ചെറിയ ചെറിയ ഡിസൈനിലും അതുപോലെ തന്നെ എല്ലാത്തിലും നമ്മൾ വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു 5-6 വണ്ടി നമ്മൾ ഡെലിവർ ചെയ്ത എല്ലാ വണ്ടിയും നമ്മൾ സെയിം കണ്ടീഷൻ നമ്മുടെ വണ്ടിയുടെ അതേ കണ്ടീഷനിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ ഡിസൈനിലെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇനി അടുത്തടുത്ത വണ്ടികളിലൊക്കെ നമ്മൾ ഡെലിവർ ചെയ്യാൻ പോകുന്നത്. എല്ലാത്തിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ KL 55 M 4518 വിശേഷം. അരീക്കോട് നിന്നാണ്. അഷറഫ് ഭായിയുടെ വണ്ടിയാണ്. അരീക്കോടുള്ള വണ്ടിയാണ് ഇത്. ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കസ്റ്റമർ കൊടുത്തിട്ട് അവർക്ക് തിരിച്ച് ആ വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തതിൽ തിരിച്ച് ആ കസ്റ്റമറുടെ തന്നെ റിട്ടേൺ എടുത്ത വണ്ടിയാണിത്. അങ്ങനെയാണ് പിന്നെ നമ്മുടെ അടുത്ത് ഫുള്ളായിട്ട് പണിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ക നീറ്റായിട്ട് എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ ആണെങ്കിൽ പെയിൻറ്റിങ് സെക്ഷൻ ആണെങ്കിൽ ടിങ്കറിങ് എല്ലാം A to Z നമ്മൾ പിരിച്ച് കംപ്ലീറ്റും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് നമുക്ക് ഈ വണ്ടിയുടെ എല്ലാ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോ ആയിട്ട് അയച്ചുതരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫൈനൽ സ്റ്റേജ് മാത്രം കാണിക്കുമ്പോൾ നിങ്ങൾ വണ്ടി വന്ന കണ്ടീഷനും എങ്ങനെ ഉണ്ടായിരുന്നു എന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയാനും പറ്റില്ല. അപ്പോൾ ഇനി അടുത്ത വണ്ടികൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാം. A to Z കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പക്കയായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. നമ്മളെല്ലാം ഓരോരോന്നായി ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 40-48 വണ്ടിയോളം നമ്മുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഉണ്ട്. എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. കോളേജിൻ്റെ വർക്ക് നല്ലോണം സമയമെടുത്ത് ചെയ്യേണ്ട വർക്കാണ്. അത് ചെയ്താലും നമുക്ക് തീരില്ല. ഓരോരോ വർക്കുകൾ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കുന്നുണ്ട്. ഓരോ വണ്ടിയുടെയും സമയം നമ്മൾ 1 മാസം 2 മാസം പറഞ്ഞ് 4 മാസം 5 മാസം ഇതിപ്പോൾ 3 മാസം പറഞ്ഞ് വണ്ടി എടുത്തതാണ്. 5-6 മാസത്തോളമായി ഈ വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോളേജിൻ്റെ വർക്കുകൾ സമയമെടുക്കും. എന്തായാലും നിങ്ങൾ ഹറിബർ ആവണ്ട. മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരാളുടെയും വണ്ടി ചെയ്യാതിരിക്കുന്നില്ല. ഓരോരോ വണ്ടി തീരുമ്പോൾ ഓരോരോ വണ്ടി എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മൊത്തം വർക്ക് വർക്ക് എടുക്കുന്നത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആരുടെയും ഇപ്പോൾ വർക്കുകൾ നമ്മളധികം മാക്സിമം എടുക്കുന്നില്ല. ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വർക്ക് എല്ലാം ഇനിയിപ്പോൾ ഒരു 3-4 മാസം വരെയുള്ള എല്ലാ വർക്കിനുള്ള വണ്ടികൾ നമ്മുടെ അടുത്ത് കയ്യിലുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വണ്ടി ചെയ്യുമ്പോഴും നമുക്ക് എമൗണ്ടും നമുക്ക് കയ്യിൽ നിന്ന് ഒരുപാട് ഇറങ്ങി നിൽക്കണം. അപ്പോൾ എല്ലാം ഓരോരോന്ന് ഡെലിവറിയായി ഇങ്ങനെ ആഴ്ചയിൽ 1-2 എണ്ണം വെച്ച് നമ്മൾ ഡെലിവറി ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്.
എല്ലാവരുടെയും വണ്ടികൾ പെട്ടെന്ന് തന്നെ ഇറങ്ങും, സേഫായിട്ട് തന്നെ പക്ക നീറ്റായിട്ട് തന്നെ ഇറങ്ങും. നിങ്ങളുടെ സമയം ഒരു 10 ദിവസം ഇല്ലെങ്കിൽ 20 ദിവസം കൂടുതൽ എടുക്കുന്നത് നിങ്ങളുടെ വണ്ടികൾ നീറ്റാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ വറീഡ് ആവണ്ട, ബുദ്ധിമുട്ടാവണ്ട. നമ്മൾ പക്കയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തു തരുന്നതായിരിക്കും. ശരി.